Hi friends, welcome to my YouTube channel H Media. 3ds Max Beginner to Advanced ട്യൂട്ടോറിയൽസിന്റെ 40th ലെസൺ ആണിത്. ഈ ഒരു ലെസണിലൂടെ കളക്ട് അസറ്റ് എന്ന സ്ക്രിപ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്നും എന്തിനാണ് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായി ഈ ഒരു സീനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കമ്പ്യൂട്ടറിലുള്ള പല ഫോൾഡറുകളിൽ നിന്നും സെർവറിൽ നിന്നും ഈ ഒരു സീനിലേക്ക് ധാരാളം ടെക്സ്റ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു സീനിനെ വേറൊരു സിസ്റ്റത്തിലേക്ക് മാറ്റിക്കൊണ്ട് റെൻഡർ ചെയ്യുന്നതിനായി നമുക്ക് കളക്ട് അസറ്റ് എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു സീനിൻ്റെ കംപ്ലീറ്റ് ടെക്സ്റ്റേഴ്സിനെ മാക്സ് ഫയൽ ഉൾപ്പെടെ ഒരു ഫോൾഡറിലേക്ക് എങ്ങനെ നമുക്ക് കോപ്പി ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യം ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി നമുക്ക് സ്ക്രിപ്റ്റിങ്ങിൽ റൺ സ്ക്രിപ്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം ഓപ്പൺ കൊടുക്കുകയാണ്. നമുക്കിതുപോലെ ഒരു കമൻറ്റ് വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. ഞാനിവിടെ നിന്ന് യെസ് പ്രസ് ചെയ്യുന്നു. നമ്മളുടെ സ്ക്രിപ്റ്റ് ഇവിടെ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. നമുക്കിതുപോലെ ഒരു വിൻഡോ ഇവിടെ ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ആയിരിക്കുകയാണ്. ഓക്കെ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ നമ്മുടെ ടൂൾ ബാറിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി മെനു ബാറിൽ കസ്റ്റമൈസ് എന്ന ഈ ഒരു മെനു സെലക്ട് ചെയ്യുന്നു. കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിവിടെ ടൂൾ ബാർസ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ടൂൾ ബാർസിൽ കാറ്റഗറി സെലക്ട് ചെയ്യാം. അതിനുശേഷം കാറ്റഗറിയിൽ സിറിയം എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു സ്ക്രിപ്റ്റ് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ടൂൾ ബാറിലേക്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നതിനായി നമുക്കിവിടെ ഈ ഒരു ന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ പേര് കൊടുക്കുകയാണ്. നമുക്കിവിടെ ഈ ഒരു ബട്ടൺ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു ബട്ടണിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഈ ഒരു മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇനി നമുക്കിവിടെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ നമ്പർ ഓഫ് ഫയൽസ് ഇവിടെ കാണാൻ സാധിക്കും. നമ്മളുടെ ടെക്സ്റ്റേഴ്സ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതും നമുക്കിവിടെ ഈ ഒരു മിസ്സിംഗ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു സീനിലെ എല്ലാ ടെക്സ്റ്റേഴ്സും അവൈലബിൾ ആണ്. അടുത്തായി നമുക്ക് ഈ ഒരു സീനിലെ ടെക്സ്റ്റേഴ്സിനെയും ഈ ഒരു മാക്സ് ഫയലിനെയും കോപ്പി ചെയ്യുന്നതിനായി നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ വില്ല എന്നാണ് ഇതിന് പേര് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ലൊക്കേഷൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുകയാണ്. ഇനി നമ്മൾ ഈ ഒരു കോപ്പി ചെയ്ത ലൊക്കേഷനെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിലേക്ക് പാത്തായി ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കുന്നു. നമ്മൾ ഈ ഒരു പാത്ത് ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ കളക്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീനിലെ കംപ്ലീറ്റ് ടെക്സ്റ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോൾഡറിലേക്ക് ആഡ് ആവുന്നതാണ്. നമുക്കിനി ഈ ഒരു സീനിൻ്റെ മാക്സ് ഫയൽ ഉൾപ്പെടെയാണ് കോപ്പി ചെയ്യേണ്ടതെങ്കിൽ നമുക്കിവിടെ കോപ്പി മാക്സ് ഫയൽ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷനും നമുക്കിവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് എനബിൾ ചെയ്യാം. ഇനി നമുക്കിവിടെ കളക്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൾഡറിലേക്ക് എല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഫയൽസ് കോപ്പി ആയതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ ഒരു ഫയൽസ് കോപ്പി ആയതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു ഫോൾഡറിലേക്ക് എല്ലാ ടെക്സ്റ്റേഴ്സും മാക്സ് ഫയൽ ഉൾപ്പെടെ നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. വളരെ ഫാസ്റ്റായി നമുക്ക് ഈ ഒരു ഫോൾഡറിലേക്ക് നമ്മൾ ഈ ഒരു സീൻ കംപ്ലീറ്റ് കോപ്പി ആയതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ
കോപ്പി ചെയ്ത ഈ ഒരു ഫോൾഡറിനെ ഏതൊരു കമ്പ്യൂട്ടറിലേക്കും കോപ്പി ചെയ്തുകൊണ്ട് ടെക്സ്ചർ മിസ്സിംഗ് ഇല്ലാതെ തന്നെ റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ക്രിപ്റ്റാണിത്. നമ്മുടെ കമ്പ്യൂട്ടറിലെ പല ഫോൾഡറിൽ നിന്നുള്ള ടെക്സ്റ്റേഴ്സിനെ എല്ലാം ഒറ്റ ഫോൾഡറിലേക്ക് നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.